ഗാന്ധിജി രാമരാജ്യമാണ് ആഗ്രഹിച്ചത് പോലും. അതുകൊണ്ട് രാമരാജ്യമാക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് ബി ഇപ്പോൾ ചോദിക്കുന്നത്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഗാന്ധിജി ഈ രാഷ്ട്രത്തിന്റെ പിതാവായത് എങ്ങനെയാണ്? ഈ രാഷ്ട്രം ഇവിടെ രൂപപ്പെട്ടത് കൊണ്ടല്ലേ? ഗാന്ധിജിയെ പോലെ മതതരത്വത്തിൽ വിശ്വസിച്ച ഈശ്വര വിശ്വാസികളുടെ നാടാണിത്. ഗാന്ധിജിയുടെ മതം ഒരിക്കലും ഈ ജനത നോക്കിയിട്ടില്ല. എന്നാൽ താരതമ്യം ചെയ്യാനാകാത്ത ഗാന്ധിജിയുടെ മൂല്യങ്ങളാണ് അദ്ദേഹത്തെ ഈ ജനതയുടെ പിതാവായി ഉയർത്തിയത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് നിയമബിരുദം നേടി 20 വർഷങ്ങൾക്ക് ശേഷം 1915 ജനുവരി 9 ഇന്ത്യയിൽ കാലുകുത്തിയ ഗാന്ധിജി പിന്നെ കൊളോണിയൽ ശക്തിയിൽ നിന്ന് ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിനായി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് പോരാടുകയായിരുന്നു. അങ്ങനെ 1917 ബീഹാറിൽ വെച്ച് നീലം കർഷകരുടെ പോരാട്ടത്തിൽ പങ്കാളിയായി. തുടർന്ന് 1918 ഖേദ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സമരം, നിസ്സഹകരണ പ്രസ്ഥാനം, നിയമലംഘന പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം, ദന്തി മാർച്ച്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നിവ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ലക്ഷക്കണക്കിന് ജനങ്ങളെ സംയോജിപ്പിച്ച് ഗാന്ധിജി നടത്തിയത് ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിനായാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ തിരി ആളിക്കത്തിച്ച് കൊളോണിയൽ ശക്തിയെ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കിയതിൽ നിർണായക പങ്കുവഹിച്ചത് ഗാന്ധിജി തന്നെയാണ്. എന്നാൽ ഗാന്ധിജിയുടെ പ്രവർത്തനം അവിടെ കൊണ്ടും തീർന്നില്ല. ഇന്ത്യക്ക് ആഘോഷകരമായി അധികാര കൈമാറ്റ ചടങ്ങുകൾ നടക്കുമ്പോൾ ഗാന്ധിജി കൊൽക്കത്തയിൽ വർഗീയ ലഹളകൾ അവസാനിപ്പിക്കാനുള്ള ഉപവാസത്തിലും പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലുമായിരുന്നു. ബി പറയുന്നത് പോലെ ഒരു മതത്തിനു വേണ്ടി മാത്രം നിലകൊണ്ട വ്യക്തിയല്ല ഗാന്ധിജി. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പകർന്ന വിശ്വാസം മരണം വരെ പിന്തുടർന്നത് എന്നത് സത്യമാണ്. എന്നാൽ ജീവിതത്തിൽ മതേതര മൂല്യങ്ങൾ ആണ് അദ്ദേഹം സമൂഹത്തിന് നൽകിയത്. സർവമത സംഭവം, അതായത് എല്ലാ മതങ്ങൾക്കും തുല്യ ബഹുമാനം, അതായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം. ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ഭാഗമായി ഗീതയും ഖുറാനും ബൈബിളും ഉയർത്തി അദ്ദേഹം പ്രാർത്ഥിച്ചു. അഹിംസയിൽ അടിസ്ഥാനമാക്കി മതഹിംസകൾക്ക് എതിരെ പോരാടി. സത്യത്തിനും സ്നേഹത്തിനുമായി നിലകൊള്ളുവാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു.